കുറച്ച് ഒരുപാട് നല്ല പ്രവർത്തികൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സെയിൽസ് ഗേൾസിൽ ഒരു വീട് തെറ്റി ആയ സമയത്ത് അവിടെ ഫുൾ കടകളൊക്കെ വീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ഇപ്പം ഒരു ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഒരു കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റം ശരിക്കുമുണ്ട്. അങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കുറച്ച് പേര് അതിനെ ഇതാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ടു തിരുവനന്തപുരം 812 കിലോമീറ്റർ ഓടുമ്പോൾ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വഴി 13-14 കോടി രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അന്ന് പോലും അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 100 കോടി രൂപയോളെങ്കിലും എൻ്റെ ഒരു 10-25 വർഷത്തിനുള്ളിൽ ചാരിറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം, കുറച്ചു പേരെങ്കിലും നമ്മളെ അത് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നമുക്കൊരു വിഷമം അതിലുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്, അത് വേണം. എല്ലാവരും പോസിറ്റീവായ പിന്നെ എന്താണ്, നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളിപ്പോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു എനർജി മുമ്പോട്ട് പോവാൻ. അത് പൈസ കൊടുത്താൽ കിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം. ബാക്കി സുഖങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇത് അതുക്ക് മേലെ കിട്ടുന്ന ഒരു എനർജിയാണ്, ശരിക്കുള്ള ഒരു വികാരമാണ്. അതെനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ധാരാളം മതിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ സർക്കാർ പല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും അതിൽ നടപടിയായിട്ടില്ല. പലർക്കും വീട് കൊടുക്കും, വീട് പണി, പല സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പലതും നടപടിയായിട്ടില്ല. ഇത്രയും ഫണ്ടുകൾ നമ്മൾ ചാരിറ്റിക്കായിട്ട് ഒരാള് ഇടുമ്പോൾ പോലും നമ്മുടെ സർക്കാർ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാല് നാട്ടിൽ നശിപ്പിക്കുക എന്നുള്ള സ്കീമല്ലേ അവർ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഇവിടെ ഇപ്പൊ അങ്ങനത്തെ ഒരു സ്കീമിന് സ്കോപ്പില്ല. കാരണം ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ കുറിച്ചിട്ട് പ്ലസ് മൈനസ് ഒന്നും പറയാനുള്ള ഇതില്ല. പിന്നെ ഓരോ സ്റ്റേറ്റിനും രാജ്യത്തിനും അവരുടേതായ പരിമിതികൾ ഉണ്ടാവും, പ്ലസ് മൈനസുകളൊക്കെ ഉണ്ടാവും. 100% എന്ന് ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അത് വേറെ തന്നെ ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ താല്പര്യമില്ല. അതിനെ കുറിച്ചിട്ട് ഏത് ഗവൺമെന്റ് ആയാലും ഒക്കെ പ്ലസ് മൈനസുകൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ. പിന്നെ നമ്മളൊക്കെ ഗവൺമെന്റ് എന്ന് മാത്രമല്ല എല്ലാവരും ചേർന്ന് പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു കടമയാണ്. ആര് ഭരിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗമാണ്. ഗവൺമെന്റ് മാത്രമായിട്ട് 100% കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ദുശീലമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും 2-3 പറയാൻ വേണ്ടേ? ശീലായിപ്പോയി. പല ശീലങ്ങളിൽ ഒരു ശീലം എന്നേ ഉള്ളൂ. ശരിക്കും ചെയ്യണം, തെറ്റാണ് എങ്കിലും അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ശീലം. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ പാർട്ടിക്കാരോടും എല്ലാവരുമായിട്ട് വളരെ അടുപ്പാണ്. എനിക്ക് അങ്ങനത്തെ വികാരങ്ങളില്ല. ഇപ്പോ ഇന്ന പാർട്ടി, ജാതി, മതം. എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം. അങ്ങനെ ഉള്ള യാതൊരു വികാരങ്ങളും എനിക്കില്ല. നമ്മളുടെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതാണ് നമ്മുടെ ഒരു ഇത്. അങ്ങനെയാണ് യൂസ്ഡായി. അതാണ് അതിന്റെ ഒരു ഭാഗം. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷെ ചെയ്തിട്ടില്ല അതുവരെ. തോന്നിയാ ചെയ്യണം.